ലിവറിൻ്റെ ആരോഗ്യത്തെ ആശ്രയിച്ച് ത്വക്കിൻ്റെ ആരോഗ്യം വരും എന്നുള്ളത് കൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മളിപ്പോൾ ഉണ്ടാവുന്ന ആക്നയുടെ മരുന്നോ അല്ലെങ്കിൽ ഡെർമറ്റൈറ്റിസിന് ഉണ്ടാവുന്ന മരുന്നോ അങ്ങനെയല്ല. ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് കരളിനെ നമ്മൾ എങ്ങനെ ആരോഗ്യപ്രദമായി നിലനിർത്തുന്നോ അത്രയും ആരോഗ്യം നമ്മുടെ ത്വക്കിനുണ്ടാവും. ചില പേഷ്യൻസൊക്കെ വരുമ്പോൾ ഈ കണ്ണിൻ്റെ രണ്ട് സൈഡിലും നമ്മുടെ നെറ്റിയുടെ രണ്ട് സൈഡിലും ഇങ്ങനെ കറുത്ത പിഗ്മെൻറ്റേഷൻ അത് നെറ്റിയിലേക്കും വ്യാപിച്ചു വരാറുണ്ട്. അതിന് എന്തെങ്കിലും ക്രീമോ ഓയിൻമെൻറ്റോ ഒക്കെ പരട്ടും, അല്ലെങ്കിൽ എന്തെങ്കിലും എണ്ണയൊക്കെ പരട്ടും, കുറച്ച് നാളത്തേക്ക് ഒരു ചെറുതായിട്ട് അതൊന്ന് മങ്ങും, പിന്നെയും കൂടുതൽ വരും. അതുപോലെ തന്നെ ഇച്ചിങ് ശരീരത്തിൽ ആകെപ്പാടെ, അതിപ്പോൾ ലിവർ ഡിസീസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ജോണ്ടീസൊക്കെ വരികയാണെങ്കിൽ ഇച്ചിങ് ഉണ്ടാവാറുണ്ട്. അതല്ലാതെ അലർജിക് ആയിട്ടുള്ള ഇച്ചിങ്ങും ഉണ്ട്. അലർജി ആയിട്ടുള്ള ഇച്ചിങ്ങിനെ കുറിച്ച് ബന്ധപ്പെടുത്തിയിട്ടല്ലേ ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. ശരിക്കും നമ്മുടെ കരളുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ത്വക്ക് രോഗങ്ങളെക്കുറിച്ചാണ്. അതിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് ഈ ഫംഗൽ ഇൻഫെക്ഷൻ തന്നെയാണ്. കാരണം എൻ്റെ ക്ലിനിക്കൽ പ്രാക്ടീസിൽ എനിക്ക് ഏറ്റവും കൂടുതൽ പല സ്ഥലങ്ങളിലും പല